അങ്കമാലി ശബരി റെയിൽപാത പദ്ധതി കേരളത്തിന്റെ ഗതാഗത ചരിത്രത്തിൽ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു വികസന പദ്ധതി. 1997-98 കേന്ദ്ര റെയിൽവേ ബഡ്ജറ്റിലാണ് ആദ്യമായി ഈ പദ്ധതി അംഗീകരിച്ചത്. കേരളത്തിന്റെ ദീർഘകാല സ്വപ്നം ഒടുവിൽ സാക്ഷാത്കാരമാകാൻ ഒരുങ്ങുകയാണ്. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ തന്നെ നിരവധി വെല്ലുവിളികൾ നേരിട്ടു. ഭൂമി ഏറ്റെടുക്കൽ, സാമ്പത്തിക പങ്കുവെപ്പ്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ധാരണ എന്നിവയിലുണ്ടായ തടസ്സങ്ങൾ മൂലം പദ്ധതി വർഷങ്ങളോളം മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. എന്നാൽ 2025 ജൂൺ 3 ഡൽഹിയിൽ നടന്ന കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവും മറ്റുന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗത്തിൽ പദ്ധതിയുടെ പുനരാരംഭത്തിന് അന്തിമ അനുമതി ലഭിച്ചു. ഇതോടെ 2025 ജൂലൈയിലെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിക്കാൻ തീരുമാനമായിട്ടുണ്ട്. കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ വിദഗ്ധ സംഘം ഉടൻ കേരളത്തിലെത്തും. സ്ഥലപരിശോധനയും സാമൂഹ്യ ആഘാത പഠനവും നടത്തും. 111 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ പാത അങ്കമാലി മുതൽ എരുമേലി വരെയാണ്. പദ്ധതിയുടെ ഏറ്റവും വലിയ ആകർഷണം ഇടുക്കി ജില്ലയ്ക്ക് ആദ്യമായി റെയിൽവേ കണക്ഷൻ ലഭിക്കുന്നു എന്നത് തന്നെയാണ്. ഇതോടെ മലനാടൻ ഗ്രാമങ്ങൾക്കും നഗരങ്ങൾക്കും വികസനത്തിന്റെ പുതിയ വാതിൽ തുറക്കപ്പെടും. 14 പ്രധാന സ്റ്റേഷനുകൾ, അതിലൂടെ കടന്നു പോകുന്നത് പുത്തൻ ട്രെയിൻ യാത്രകൾ. ശബരിമല തീർത്ഥാടന സീസണിൽ ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് സൗകര്യപ്രദമായ യാത്രയും സുരക്ഷയും ഒരുക്കുക എന്നതാണ് പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. അങ്കമാലി, കാലടി, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, കാഞ്ഞിരപ്പള്ളി, എരുമേലി ഇതെല്ലാം ഇനി കേരളത്തിന്റെ റെയിൽ മാപ്പിൽ കൂടുതൽ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ നേടും. പദ്ധതിയുടെ ആകെ ചെലവ് ഏകദേശം 3810 കോടി രൂപയാണെന്ന് കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. കേരള സർക്കാർ ഇതിന്റെ പകുതിയോളം ചെലവ് വഹിക്കാൻ തയ്യാറായി. കിഫ്ബി വഴി ഫണ്ടിംഗ് ഉറപ്പാക്കാൻ ശ്രമിക്കുന്നു. 2025 ജൂലൈ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിക്കാനാണ് തീരുമാനം. ഇതുവരെ 8 കിലോമീറ്റർ ഭൂമി ഏറ്റെടുത്തിട്ടുണ്ട്. അങ്കമാലി കാലടി സെക്ഷനിൽ 7 കിലോമീറ്റർ ട്രാക്ക് നിർമ്മാണം പൂർത്തിയായി. കേന്ദ്ര വിദഗ്ധ സംഘം ഉടനെ കേരളത്തിലെത്തും. സ്ഥലപരിശോധനയും സാമൂഹ്യ ആഘാത പഠനവും നടത്തും. ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ സാമൂഹ്യ പരിസ്ഥിതി ആശങ്കകൾ പരിഹരിക്കുന്നതിന് പ്രത്യേക ശ്രദ്ധ നൽകും. പദ്ധതിയുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തിയ പ്രധാന കാരണങ്ങളിൽ പരിസ്ഥിതി പ്രശ്നങ്ങളും ഭൂമി ഏറ്റെടുക്കലും സംബന്ധിച്ച് ജനപ്രതിഷേധങ്ങളും ഉൾപ്പെടുന്നു. പ്രത്യേകിച്ച് കുന്നത്തുനാട് താലൂക്കിലെ 44.40 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കൽ സംബന്ധിച്ച് സാമൂഹ്യ ആഘാത പഠനം നടത്തിയപ്പോൾ പ്രദേശവാസികൾക്ക് പാടശേഖരങ്ങൾ നഷ്ടപ്പെടുന്നതും ജലസമ്പത്ത് കുറയുന്നത് പോലെയുള്ള ആശങ്കകളും ഉയർന്നു. ഇതിനെ മറികടക്കാൻ പദ്ധതിയിൽ പരിസ്ഥിതി സൗഹൃദ നിർമ്മാണ രീതികളും ജലസംരക്ഷണ പദ്ധതികളും ഉൾപ്പെടുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ നഷ്ടപ്പെട്ട ഭൂമി ഉടമകൾക്ക് നീതിപൂർവമായ നഷ്ടപരിഹാരവും തൊഴിലവസരങ്ങളും നൽകുന്നതിന് പ്രത്യേക പദ്ധതികൾ രൂപീകരിച്ചിരുന്നു. 2021 കേരള സർക്കാർ പദ്ധതിയുടെ ചെലവിന്റെ 50% വഹിക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെ 2025 വീണ്ടും പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കങ്ങൾ ശക്തമായി ആരംഭിച്ചു. 2025 ജൂൺ 3 ഡൽഹിയിൽ നടന്ന യോഗത്തിൽ ചെങ്ങന്നൂർ പമ്പ റെയിൽപാത താൽക്കാലികമായി പിൻവലിച്ച് മുഴുവൻ ശ്രദ്ധയും അങ്കമാലി ശബരി പാതയിലേക്കാണ് തിരിഞ്ഞത്. ഇതോടെ 25 വർഷം നീണ്ടുനിന്ന കാത്തിരിപ്പിന് ശേഷം പദ്ധതി യാഥാർത്ഥ്യമാക്കാനുള്ള സാധ്യതകൾ വേഗത്തിലായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പദ്ധതിയുടെ സാമൂഹ്യ സാമ്പത്തിക പ്രാധാന്യം അനവധിയാണ്. ശബരിമല തീർത്ഥാടകർക്ക് സുരക്ഷിതത്വവും എളുപ്പവുമായ യാത്രാമാർഗം ലഭിക്കുമ്പോൾ ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിലെ വ്യാപാരവും വിനോദസഞ്ചാരവും വേഗത്തിൽ വളരും. പ്രദേശവാസികൾക്ക് ഭൂമി ഏറ്റെടുക്കൽ സംബന്ധിച്ച് പ്രശ്നങ്ങളിൽ നീതിപൂർവമായ പരിഹാരവും തൊഴിലവസരങ്ങളും ഉറപ്പാക്കാൻ സർക്കാർ പ്രത്യേക ശ്രദ്ധ നൽകുന്നു. അങ്കമാലി ശബരി റെയിൽപാത പദ്ധതി കേരളത്തിന്റെ ഗതാഗത ചരിത്രത്തിൽ ഒരു പുതിയ മൈൽ സ്റ്റോണായി മാറുകയാണ്. ഇത് ശബരിമല തീർത്ഥാടകർക്ക് മാത്രമല്ല, സംസ്ഥാനത്തിന്റെ കിഴക്കൻ ജില്ലയിലെ ജനങ്ങൾക്കും സമഗ്ര വികസനത്തിന് പുതിയ വാതിലുകൾ തുറക്കുകയാണ്. ഈ പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ കേരളത്തിന്റെ ഭാവി ഗതാഗതം കൂടുതൽ വേഗതയേറിയതും സുരക്ഷിതത്വമായ ഒരു ദിശയിലേക്ക് മുന്നേറുമെന്നത് ഉറപ്പാണ്.